മെഡിടാക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വിഷയം ദന്ത സംരക്ഷണമാണ്. ഇന്നത്തെ അതിഥി ഡോക്ടർ അനിൽ. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു വന്നത് പുഴുപ്പല്ലിനെ കുറിച്ചും അതിന്റെ വരാനുള്ള കാരണങ്ങളെ കുറിച്ചാണ്. അപ്പം എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് പുഴുപ്പല്ലിന് നമ്മൾ ചെയ്യാറുള്ളത്? പുഴുപ്പല്ലിന് നമ്മൾ ആദ്യം പല്ലിനകത്തൊരു കറുത്ത പാട് പോലാണ് വരുന്നത്. ആളുകൾ ആരും അത് വലിയായിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം ആളുകൾ ശ്രദ്ധിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ചോറൊക്കെ അതിനകത്ത് കയറുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത്. വേദന വരുമ്പോഴാണ് പറയുന്നത് എനിക്ക് പിന്നെ ഇന്നലെ വരെ പോടില്ലായിരുന്നു, ഞാൻ ഇന്നലെയാണ് തിന്നപ്പോഴാണ് ഇത് വന്നതെന്ന് പറയുന്നത്. ഒരിക്കലും അല്ല. അത് ഒത്തിരി മീൻസ് മാസങ്ങളെടുത്താണ് ഇപ്പോൾ ഓടാവുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ കണ്ണാടി നോക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ നോക്കുക, അതിലെവിടെയെങ്കിലും കറുത്ത പാടുണ്ടോ എന്ന് നോക്കുക. കറുത്ത കുത്തുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ച് അത് ആദ്യ ഘട്ടത്തിൽ തന്നെ അടയ്ക്കുക. അടച്ചു കഴിഞ്ഞാൽ വർഷങ്ങളിരിക്കും പല്ലുകൾ. പിന്നെ ഇത് എല്ലാ 6 മാസം കൂടുമ്പോഴും ഡോക്ടറെ സമീപിക്കുക, ഡെന്റൽ ചെക്കപ്പ് നടത്തുക. അപ്പൊ ഈ പല്ല് ക്ലീനിങ് എന്ന് പറയുന്നത് ഈ പുഴുപ്പല്ലിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ? അല്ല, പല്ല് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പല്ല് മോണരോഗം അകറ്റുന്നതിന് വേണ്ടിയാണ് പല്ല് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ച നിഷ ചോദിച്ച പോലെ തന്നെ ചോദ്യം, നിഷ ചോദിച്ചില്ല എന്റെ പല്ലിന്റെ ചുറ്റിലാണ്ട് മഞ്ഞിച്ചിരിക്കുന്നത്, അത് ഇത്തിളെന്ന് പറയുന്ന കാൽക്കുലസ് ഞങ്ങൾ പറയുന്നത്, അത് ക്ലീൻ ചെയ്യുക. അതിരിക്കും തോറും മോണയും പല്ലുമായിട്ടുള്ള ബന്ധം വിടിയിക്കുകയാണ് ഈ കാൽക്കുലസ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, മെഡിടാക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, ഡോക്ടറെ സംസാരിച്ചോളൂ. ഡോക്ടറെ, എന്റെ പല്ല് മുമ്പ് ഒരു 2 കൊല്ലമായി ഓട്ടയായിട്ട്. ഏത് പല്ല്? അണപ്പല്ലാണോ അതോ മുമ്പിലെ പല്ലാണോ? മുകളിലെ അണപ്പല്ല. ഓക്കെ ഓക്കെ. 2 പ്രാവശ്യം ഈ ടെമ്പററി ഫില്ലിങ് ചെയ്തു. ടെമ്പററി ഫില്ല് ചെയ്തിട്ട് പിന്നെയും അതിങ്ങനെ പോയിട്ട് റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞു. പിന്നെ എനിക്ക് സമയമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെ ടെമ്പററി ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ പല്ല് കേടുവരോ കൂടുതലായിട്ട് എന്തെങ്കിലും? അയ്യോ, ഒരിക്കലും ഇല്ല. ടെമ്പററി ഫില്ല് ചെയ്ത് വളരെ നല്ലതാണ് ചെയ്തത്. ടെമ്പററി ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ള അസുഖത്തിന് നിർത്താനാണ് നമ്മൾ അത് ചെയ്യുന്നത്. ടെമ്പററി ഫില്ലിങ് സാധാരണ നമ്മൾ 15 ദിവസത്തേക്കാണ് അത് ചെയ്യുന്നത്. അത് 1 മാസത്തേക്കുള്ളാകുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒരിക്കലും പെർമനന്റ് ആയിട്ട് അടയ്ക്കുന്ന മെറ്റീരിയൽ അല്ല. രണ്ടാമത് ഒന്നിലെ സമയം കിട്ടി കാണത്തില്ല, പോയി കാണത്തില്ല ആ ദിവസം പറഞ്ഞു കഴിഞ്ഞ്. അതാണ് അതിന്റെ കാര്യം. അതായത് കറക്റ്റ് ആ ഡോക്ടർ പറഞ്ഞ സമയത്ത് തന്നെ ചെന്ന് അത് പെർമനന്റ് മെറ്റീരിയൽ വെച്ച് അടയ്ക്കണം. അടച്ചാൽ വർഷങ്ങൾ ആ പല്ലിരിക്കുന്നതാണ്. ഇപ്പൊ റൂട്ട് കനാൽ ചെയ്യാൻ ഇപ്പൊ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ നോക്കിയപ്പോ മനസ്സിലാക്കിയാണോ അത് വളരെ ഡീപ്പായി കാണും വീണ്ടും, അല്ലേ? അപ്പൊ ഇപ്പോ അതെ, റൂട്ട് കനാൽ റൂട്ടിന്റെ ഇത് അറിയാൻ വേണ്ടിയാണ് ഡോക്ടർ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞത്. ആ ഡോക്ടറെ തന്നെ സമീപിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇടുന്നതായിരിക്കും നല്ലത്. ഇനിയും നമ്മൾ താമസിപ്പിക്കില്ല. കാരണം ഇവ പല്ല് പോട് ഇത്ര ആയ സ്ഥിതിക്ക് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ, കട്ടിയുള്ള ആഹാരം കഴിക്കുമ്പോൾ പല്ല് ഒടിഞ്ഞു പോകാൻ ചാൻസ് ആണ്, പൊട്ടിപ്പോവാൻ. അതാ പറഞ്ഞ് അത് പല്ല് പൊട്ടിപ്പോവാനും ചാൻസ് ആണ്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഡോക്ടറെ സമയം കളയാതെ തന്നെ സമീപിച്ച് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടാട്ടെ. പിന്നെ ഡോക്ടർ, ഈ മഞ്ഞ കളർ ഉണ്ട് പല്ലിന്, അത് പോവാൻ എന്താ? അത് നമ്മുടെ സാധാരണ ബ്രഷിങ്ങിൽ പോകുന്നില്ലല്ലോ, എത്ര പല്ല് തേച്ചിട്ടും പോകുന്നില്ല, അതല്ലേ? അതിനാണ് ക്ലീനിങ് ചെയ്താൽ മതി, അത് മാറും. പല്ലിന്റെ ക്ലീനിങ് ഉണ്ട്. അതായത് ഞങ്ങൾ മീൻസ് മെഷീനാണ് അത് ചെയ്യുന്നത്. സ്കെയിലർ എന്ന് പറയും. സ്കെയിലർ വെച്ചാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ദന്ത ഡോക്ടറിനെ സമീപിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഒരു കേടും വരില്ല. ഒരു പല്ല് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് പല്ലിന്റെ. കാരണം മോണരോഗം മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ മോണ ഉറക്കുകയാണ്. അപ്പൊ പല്ലിനെ മീൻസ് പല്ലിന്റെ കട്ടി കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടറെ, ഈ കുട്ടികൾക്കൊക്കെ പല്ല് ഈ എപ്പോഴാ വരിക? എന്റെ കുട്ടീന്റെ ഇതിന് വേണ്ടി ചോദിക്കായിരുന്നു. അത് ഇപ്പൊ 5 മാസമായി കുട്ടിക്ക്. അത് എപ്പോഴാ വരിക? അത് മീൻസ് 3 മാസം തൊട്ടേ വരാം. 3 മാസം കൊണ്ട് വരും? 3 മാസം കൊണ്ട് വരുമല്ല, 3 മാസം കഴിയുമ്പോൾ തൊട്ട് വരാം അല്ലേ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സാർ? താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു വന്നത് പല്ലിന്റെ ഫില്ലിങ്ങിനെ കുറിച്ചാണ്. അപ്പം നേരത്തെ കോളറും ഫില്ലിങ്ങിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചത്, അല്ലേ? അപ്പൊ ഈ ഫില്ലിംഗ് ചെയ്യുന്നത് എന്ത് മെറ്റീരിയൽ വെച്ചാണ്? അതിപ്പം ടെമ്പററി കൊടുക്കുന്നത് സിങ്കോക്സിഡ് യൂജിനോൾ എന്ന് പറയുന്ന, അതായത് ടെമ്പററി നമ്മൾ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല്ലിൻ്റെ പോട് വന്നു കഴിഞ്ഞാൽ പല്ലിനകത്തെ മാംസഭാഗമുണ്ട്, പൾപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബേസ് കൊടുക്കും. അതായത് പൾപ്പ് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഇതാണ്. അത് കൊടുത്തിട്ട് സിങ്കോക്സിഡ് യൂജിനോൾ എന്ന് പറയുന്ന സിമെന്റാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. അത് റൂട്ട് കനാൽ കഴിഞ്ഞുള്ള ഇതാണ്. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം പച്ചക്കമ്പ് ഉണക്കക്കമ്പ് എന്ന് പറയത്തില്ലേ, പച്ചക്കമ്പാന്ന് വളയും, ഉണക്കക്കമ്പാന്ന് ഒടിഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ പല്ലിനകത്തുള്ള ജലാംശം എല്ലാം ഇല്ലാതാവുകയാണ്. കാരണം ഞരമ്പുകളെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞല്ലോ, പിന്നെ ജലാംശമില്ല, അപ്പോൾ ബ്രിട്ടിലായി മാറും.
അപ്പോൾ നമ്മൾ കട്ടിയുള്ള ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ പല പൊട്ടാനൊരു ചാൻസ് ആണ്. അതാ റൂട്ട് കനാൽ. ഒത്തിരി ആളുകൾ പറയുന്ന കാര്യം റൂട്ട് കനാൽ കഴിഞ്ഞതിന്റെ പ്രശ്നം അവർ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് വരാൻ ഒരു കോൾ ഉണ്ട്. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ജയശ്രീ എന്നാണ് എന്റെ പേര്. എവിടുന്ന് വിളിക്കുന്നു മാം? ഞാൻ മണ്ണന്തരയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറെ സംസാരിച്ചോളൂ. ഡോക്ടർ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. എനിക്ക് 48 വയസ്സുണ്ട്. 58 വയസ്സുണ്ട് കേട്ടോ. പറഞ്ഞോളൂ. അത് എന്റെ പല്ലിന്റെ ഊരങ്ങ് വിട്ട് ഈ പല്ലുമായിട്ട് അങ്ങ് വേർപെട്ടിട്ടേ എനിക്കൊന്നും ചവയ്ക്കാനേ വയ്യ വായിൽ വെച്ച്. എനിക്കൊന്നും ആഹാര സാധനങ്ങളൊന്നും ഈ ഇടത്തെ ലെഫ്റ്റ് ആണേ വെച്ച് ഒന്നും ചവയ്ക്കാൻ വയ്യ. വലത്തേലും ഉണ്ടെങ്കിലും ചവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ആ ആണേ വെച്ച് പതുക്കെ ചവയ്ക്കാം. ഈ ഊനും പല്ലുമായിട്ടുള്ള ബന്ധം ഒന്നും വിട്ടതുപോലെ ഇരിക്കുകയാണ്. എന്ത് ആഹാരം കഴിച്ചാലും വേദന. പിന്നെ അപ്പൊ ഞാനിപ്പോ 6 മാസത്തേക്ക് പല്ല് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒട്ടും പല്ല് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്ത് ചെയ്യണമെന്നില്ല. ഷുഗറോ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്ക് ചികിത്സ? BP മാത്രമേ ഉള്ളൂ, ഷുഗർ ഇല്ല. BP ഉണ്ട്. BP മീൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടോ? അതിന് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അങ്ങനെ മറ്റേ ഡോക്ടറെ ക്ലീൻ ചെയ്ത് എല്ലാ 6 മാസവും ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ 6 മാസം ഒരിക്കൽ ക്ലീൻ ചെയ്തു. ഇപ്പൊ 6 മാസം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഡോക്ടർ ഉപദേശം തന്നില്ലായിരുന്നോ? മീൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലീനിങ് കഴിഞ്ഞു? ഒന്നും പറഞ്ഞില്ലായിരുന്നു. അത് ഡോക്ടറെ തന്നെ സമീപിച്ചുകൊണ്ട്, അതായത് ക്ലീനിങ് കഴിഞ്ഞ് നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മതി. 2 തവണ എത്ര തവണ ബ്രഷ് ചെയ്യും? ഞാൻ 2 തവണയും 3 തവണയൊക്കെ. എന്നുവെച്ചാൽ സ്മെല്ല് വായിക്ക് എനിക്ക് തോന്നുന്നു സ്മെല്ലുണ്ടെന്ന് ഒരു തോന്നലും ഉണ്ട് എനിക്ക്. നമ്മുടെ ബ്ലഡ് എക്സാമിനേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടോ? എല്ലാം ബ്ലഡ് എല്ലാം പരിശോധിക്കും. ഷുഗർ ഒക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടോ? ഷുഗർ നോക്കിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. കാരണം BP ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഡോക്ടർ നോക്കാറുണ്ട്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പല്ല് ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതായത് ഇപ്പം മോണയ്ക്കൊക്കെ ഇതുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെറിയ ചൂടുപ്പ് വെള്ളം, മൗത്ത് വാഷ് ഉപയോഗിക്കുന്നുണ്ടോ? ചെറിയ ചൂടുപ്പ് വെള്ളം വായിക്കൊണ്ടോണ്ട് മോണയൊന്ന് മസാജ് ചെയ്യാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഡോക്ടർ എഴുതി തന്നില്ലായിരുന്നു, ക്രീം എഴുതി തന്നില്ലായിരുന്നു തേക്കാനുള്ള? അത് പുരട്ടി കാണത്തില്ലല്ലേ? അപ്പൊ അതല്ല കുറ്റം, നമ്മുടെ തന്നെയാണ് കുറ്റം. ആ മോണയ്ക്കുള്ള ആ മരുന്ന് തേക്കണം. അത് തേച്ച് 10 മിനിറ്റ് വെച്ചിരിക്കണം. മെട്രോജെല്ലായിരുന്നു എഴുതിയിരുന്നേ? മെട്രോജെല്ലായിരിക്കും എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് പുരട്ടി 10 മിനിറ്റ് നമ്മുടെ വായി വെക്കണം. വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് മസാജ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ല, അതാണ് പറ്റിയത് കേട്ടോ. അപ്പൊ ആ മെട്രോജെൽ തേച്ചുകൊണ്ട് ഒരാഴ്ച ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു വന്നത് റൂട്ട് കനാൽ ചെയ്യുന്നതോട് കൊണ്ടുള്ള പ്രശ്നങ്ങളല്ല. റൂട്ട് കനാൽ ചെയ്യുമ്പോൾ റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം വിളിച്ചവരിൽ പലരും പറയുന്ന കേട്ടില്ലായിരുന്നു, മീൻസ് ഞാൻ ഒന്ന് പോയി പിന്നെ സമയമില്ല, ആളുകൾക്ക് സമയമില്ല. റൂട്ട് കനാൽ ചെയ്യുമ്പോൾ റൂട്ട് കനാൽ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ അത് പെർമനന്റ് ഫില്ലിംഗ് ഉണ്ട് റൂട്ട് കനാലിനകത്ത് തന്നെ. ഫില്ലിംഗ് കഴിഞ്ഞിട്ട് വിത്തിൻ ഒരു 2 വീക്സിനകത്ത് തന്നെ ക്യാപ്പ് ഇടണം. അതിന് ക്യാപ്പോട് ഇട്ട് കഴിഞ്ഞാൽ റൂട്ട് കനാൽ കഴിഞ്ഞെന്ന് നമുക്ക് പറയാം. അപ്പം മാക്സിമം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എല്ലാവരും പകുതി വെച്ച് നിർത്താതിരിക്കുക, ക്യാപ്പോട് ഇടുക. അപ്പം റൂട്ട് കനാൽ കഴിഞ്ഞ് ക്യാപ്പ് ഇടുന്നതിന് മുമ്പ് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ സൈഡിൽ മീൻസ് ചെയ്ത 2 ദിവസത്തേക്ക് ആ സൈഡിൽ വെച്ച് ആഹാരം കഴിക്കണം, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നേരത്തെ വിളിച്ച കോളർ നമ്മുടെ അടുത്ത് പറഞ്ഞു ബാഡ് ബ്രീത്ത് ഉണ്ട്, വായനാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ വായനാറ്റം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഈ മോരോഗം തന്നെയാണ് അതിന്റെ മെയിൻ കാരണം. അത് ശരി. പിന്നെ മീൻസ് ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് ഒരു കോൾ ഉണ്ട്. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, ഡോക്ടറെ സംസാരിച്ചോളൂ സാർ. ഡോക്ടർ, ഞാൻ റൂട്ട് കനാൽ ചെയ്തിട്ടേ, അപ്പോൾ ഫില്ല് ചെയ്തിട്ട് പക്ഷെ മുകളിൽ ക്യാപ്പ് അടച്ചില്ലായിരുന്നു. ഒരു കുറെ നാളായി. ഞാൻ അടയ്ക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ എത്ര നാളായി ചെയ്തിട്ടില്ല? 1 കൊല്ലത്തിന്റെ അടുത്തായോ? 1 കൊല്ലം. ഇപ്പൊ ആ ഫില്ലിംഗ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടോ? ആ പല്ലിനകത്ത് ഉണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. ദിലീപിനോട് തന്നെ ആ ഡോക്ടറെ ദിലീപിന് ചെയ്ത ഡോക്ടറെ തന്നെ സമീപിച്ചോണ്ട് ക്യാപ്പ് ഇടാൻ പറ്റും. താമസിപ്പിക്കണ്ട, പെട്ടെന്ന് തന്നെ അത് ചെയ്താട്ടെ. പറഞ്ഞോ ദിലീപ്. ചെയ്ത് 3 പ്രാവശ്യമായിട്ടാണ്. അതെ. ഇപ്പൊ ഇത് 1 പ്രാവശ്യമായിട്ട് ചെയ്യാൻ പറ്റും? ക്യാപ്പിന് അളവെടുക്കുന്ന 1 ദിവസം കൊണ്ട് പറ്റും. അതല്ല, ഇപ്പൊ ഈ റൂട്ട് കനാല് ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് 2 പ്രാവശ്യം. അത് ആ അന്നേരത്തെ ആ ഡോക്ടറിന്റെ ആ ഇൻഫെക്ഷൻ നോക്കിയിട്ടാണ് ഡോക്ടർ തീരുമാനം എടുക്കുന്നത്. താങ്ക് യു സർ, താങ്ക് യു ഫോർ കോളിംഗ്.
ഡോക്ടർ നമ്മൾ സംസാരിച്ചു വന്നത് ബാക്ക് ബ്രീത്ത്, വായനാറ്റം വരാനുള്ള കാരണങ്ങളെ കുറിച്ചാണ്. നമുക്ക് അതിലേക്ക് പോകാൻ തോന്നുന്നു. ഓക്കെ, ഈ മോണരോഗമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ വായനാറ്റം വരുന്നത് വാ കൊണ്ട് മാത്രം വരണമെന്നില്ല. അത് ശരി. വയറിൻ്റെ മീൻസ് പാൾസറൊക്കെ ഉള്ള പേഷ്യൻസിന് വരാം, ലങ്സിന് പ്രശ്നമുള്ള പേഷ്യൻസിനും വരാം. പിന്നെ മെയിൻ കാരണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പല്ല് ക്ലീൻ ചെയ്യുക. അതിന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫർദർ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. ആദ്യം നമ്മൾ നമ്മുടെ പല്ല് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അത് പല്ല് ക്ലീൻ ചെയ്യും. എല്ലാ 6 മാസവും ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അത് ശരി. അപ്പോൾ ക്ലീനിങ്ങിൽ പല്ലിന് എന്താണ് സംഭവിക്കുന്നത്? ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പല്ലിൻ്റെ ചുറ്റിയാണല്ലോ മോണ ഇരിക്കുന്നത്, ചേർന്നിരിക്കുന്ന സ്വഭാവം. അപ്പോൾ ഈ മോണയ്ക്ക് ഇടയ്ക്കോട്ട് അഴുക്ക് കയറുമ്പോഴാണ് മോണരോഗം വരുന്നത്. മോണയും പല്ലും. അപ്പം മറ്റേ ഒരു മീൻസ് മണന്തരെന്ന് വിളിച്ച് അപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി എൻ്റെ പല്ലും മോണയോടുള്ള ബന്ധം വിട്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പല്ലിൻ്റെ മോണയുടെ ഇടയ്ക്ക് അഴുക്ക് കയറി ഇരുന്നുകൊണ്ട് ഈ ബന്ധം പിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ ആ അഴുക്കാണ് നമ്മൾ എടുത്ത് കളയുന്നത്. ക്ലീനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ ധാരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെളുപ്പിക്കുക എന്നുള്ള അതല്ല. ഈ മോണയ്ക്കകത്തുള്ള അഴുക്കെടുത്ത് കളയുക. ആ അഴുക്കെടുത്ത് കളയുമ്പോൾ വീണ്ടും പല്ലും മോണയുമായിട്ട് ചേർന്നിരിക്കും. അപ്പോൾ അതിന് ഉറപ്പ് കിട്ടും, പല്ലിന് ആട്ടം വരാതെ നിൽക്കുകയും ചെയ്യും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിടാക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ റംലയാണ്, മലപ്പുറം നിന്ന്. ഓക്കെ, ഡോക്ടറെ സംസാരിച്ചോളൂ മാം. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. മോളുടെ മേളത്തെ 2 പല്ലുണ്ടല്ലോ, അത് പറഞ്ഞിട്ട് ഒരു 5-6 മാസമായി. ഇതുവരെ അവിടെ പല്ലൊന്നും കിളിർത്തൊന്നും കാണുന്നില്ല. എത്ര വയസ്സായെന്ന് പറഞ്ഞ മോക്ക്? 8 വയസ്സ് കഴിഞ്ഞപ്പോ. ഒന്നും പേടിക്കാനൊന്നുമില്ല. ഡോക്ടർമാരെ എല്ലാം കാണിച്ചായിരുന്നോ? ഇല്ല, പറഞ്ഞതിന് ശേഷം കാണിച്ചില്ല. ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ ഒരു 4 മാസം 5 മാസം എന്തായാലും ആയി. അവിടെ ഒരു തടുപ്പ് പോലൊക്കെ കാണുന്നുണ്ടോ? തടിപ്പ് പോലെ അങ്ങനെ കാണുന്നുണ്ട്. പല്ല് ഇറങ്ങി വരുന്നുണ്ട്, അതാണ് ആ തടുപ്പ് കാണിക്കുന്നത്. നന്നായിട്ട് തടിപ്പ് പോലെ കാണുന്നുണ്ട്. അത് പേടിക്കണ്ട. അത് പല്ല് മോണ കീറിയാണ് പല്ല് ഇറങ്ങി വരുന്നത്. അപ്പൊ നമ്മൾ പല്ല് പോയത് കാരണം മോണയുടെ കട്ടി കൊണ്ടാണ് താമസം എടുക്കുന്നത്. അതൊന്നും പേടിക്കാനില്ല, കറക്റ്റായിട്ട് ഇറങ്ങി വന്നോളും. അതല്ല പിന്നെയും വരുന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു 5-6 മാസം കൂടെ നോക്കുക. വരുന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു ദന്ത ഡോക്ടറെ സമീപിച്ചുകൊണ്ട് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട്. ചോദിച്ചോളൂ. എന്റെ ഈ താഴത്തെ അണപ്പല്ലുണ്ടല്ലോ, അത് 2 എണ്ണം എടുത്തതാണ് വേദനയായിട്ട്. ഒത്തിരി നാളായി എടുത്തിട്ട്. ഇപ്പൊ അതിന്റെ മേളിലും 2 അണപ്പല്ലുണ്ട്, അത് ഇത്തിരി ഇങ്ങോട്ട് ഇറങ്ങി വന്നേക്ക. അപ്പൊ അത് ഇനി എന്താ ചെയ്യാൻ പറ്റുക? താഴെ പെട്ടെന്ന് പല്ല് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോക്ടറോട് കാണിച്ചപ്പോ പറഞ്ഞു, ഒരു ഡോക്ടർ പറഞ്ഞു പിന്നെ ഇപ്പൊ താഴെ പല്ല് വെക്കാൻ പറ്റില്ല, അപ്പൊ മേളത്തത് ഒത്തിരി കട്ടി കുറക്കണം എന്നൊക്കെ, അപ്പൊ പല്ലിന് പുളിപ്പ് വരും എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ മേളത്തെ പല്ല് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പിടുകയോ എന്നിട്ട് താഴെ പല്ല് വെക്കുകയോ ചെയ്യാം. മറ്റേ മേളത്തെ പല്ലിന് ഇപ്പൊ വേദനയോ അങ്ങനെ പുളിപ്പോ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആ പല്ല് ഇറങ്ങി വരുന്നത് ശ്രദ്ധിക്കണം. ആ പല്ല് ഇറങ്ങി വന്ന് താഴെ മോണെ കൊണ്ട് തുടങ്ങിയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് വേറെ എന്തെങ്കിലും ആയിട്ടൊക്കെ തിരിയാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഡോക്ടറെ കണ്ട് പെട്ടെന്ന് തന്നെ അതിന് ഒരു ചികിത്സ തേടുന്നത് നല്ലതായിരിക്കും. താങ്ക് യു മാം, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പൊ ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ക്ലീനിങ് എന്ന് പറയുമ്പോൾ പല്ലിന്റെ ഇപ്പൊ മഞ്ഞ കളർ പോക്കുക എന്നുള്ളതൊക്കെയാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം മോണയും പല്ലുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് മാറ്റിക്കളയുക എന്നുള്ളതാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ക്ലീനിങ് ചെയ്യുമ്പോൾ പല്ല് പുളിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഇന്നലെയും എന്റെ പ്രാക്ടീസിൽ കണ്ട കാര്യം. ആളുകൾ പറഞ്ഞു, നമ്മളിപ്പം ഒരു രോഗി വന്നു കഴിയുമ്പോൾ മോണരോഗമാണെന്ന് പറയുന്നു. നമ്മൾ പറയുന്നു ഇത് ചികിത്സ ക്ലീനിങ് ആണ്. വേണ്ട ഡോക്ടറെ, എന്താ നമ്മൾ ആദ്യം അവർ പറയുന്ന ഇതാണ്, വേണ്ട, കാരണം പുളിപ്പ് വരും. അതൊരു തെറ്റിദ്ധാരണയാണത്, പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇത്. പക്ഷെ ഒരിക്കലും അത് വരില്ല. പിന്നെ ചെയ്യുന്ന 2 ദിവസത്തേക്ക് ഒരു ചെറിയ പുളിപ്പ് കാണും. കാരണം ഞാൻ പറഞ്ഞില്ലേ, മോണയും പല്ലും തമ്മിലുള്ള മീൻസ് അഴുക്കെടുത്ത് കളയുക. അപ്പൊ വെള്ളമൊക്കെ വന്ന് പെട്ടെന്ന് ഇപ്പൊ വർഷങ്ങളായിട്ട് വെള്ളം കൊള്ളായിരിക്കുമായിരിക്കും പല്ലല്ല, ഈ അഴുക്കിരിക്കുന്ന കാരണം. അപ്പൊ കൊള്ളുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു സെൻസിറ്റിവിറ്റി വരും. അത് 2 ദിവസത്തേക്ക് കാണത്തുള്ളൂ, അത് മാറും. പക്ഷെ ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ ഈ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു, ഈ ടൂത്ത് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു അസുഖമല്ലേ? അതെ. ഇത് ഇനാമൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പല്ലിന്റെ തന്നെ കവറിങ് ആയി ഡെന്റിനുണ്ട്, ഇനാമലുണ്ട്. ഇനാമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ള ഭാഗം കാണുന്നില്ല, പല്ലിന്റെ വെളിയെ കാണുന്ന ഭാഗം, അതാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിനകത്ത് മഞ്ഞ കളറിൽ ആളുകൾ പറയത്തില്ല, എൻ്റെ പല്ലിയോ പണ്ട് വെള്ള പാൽ മീൻസ് പാല് പോലിരുന്ന പല്ല ഇപ്പൊ അങ്ങ് മഞ്ഞിച്ചെന്ന് പറയത്തില്ല. അത് ഏജ് ആവും തോറും ഇനാമല് നഷ്ടപ്പെടും. നമുക്ക് അതിലേക്ക് വരാൻ ഒരു കോൾ ഉണ്ട്. ഹലോ, മെഡിടാക്കിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്നാണ് സാർ വിളിക്കുന്നത്? ഓക്കെ, ഡോക്ടർ സംസാരിച്ചോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെക്കണം സാർ, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാം. സംസാരിച്ചോളൂ. പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ഞാൻ റൂട്ട് കനാൽ ചെയ്തതാണ്. എന്റെ റൂട്ട് കനാൽ പല്ലിന് ഇപ്പം ഒരു കറുപ്പുണ്ട്. എവിടെ കറുപ്പുണ്ടെന്നാണ് റൂട്ട് കനാൽ ചെയ്ത്? റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പിട്ടതിനകത്ത് തന്നെ കറുപ്പുള്ളത്. ഓക്കെ. ഫ്രണ്ടിലെ പല്ലാണോ?
ഫ്രണ്ടിലെ പല്ല. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കറുത്ത മാറ്റാൻ എങ്ങനെ മാറ്റാൻ പറ്റുമോ? അത് ക്യാപ്പ് ഇടണം. ക്യാപ്പ് ഇട്ടിരുന്നാണ് സാറേ. ക്യാപ്പ് ഇട്ടിരുന്നാണോ? അതെ. ഇപ്പൊ എത്ര നാളായി ക്യാപ്പ് ഇട്ടിട്ട്? ക്യാപ്പ് ഇട്ടിട്ട് ഇപ്പം 5 വർഷത്തോളാവും. അപ്പൊ അത് ക്യാപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മീൻസ് മെറ്റൽ ടൈപ്പ് ആയിരുന്നു ഇട്ടിരുന്നേ. അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്ത് അതങ്ങ് മാറിക്കോളും, കുഴപ്പമൊന്നും വരത്തില്ല. താങ്ക് യു സർ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. മെഡിടോക്കിൽ ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക്.